മദ്യനയം മന്ത്രിസഭാ യോഗം അംഗീകരിച്ചില്ല. പുതിയ മദ്യനയം വിശദമായ ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുന്നു. വിവരങ്ങളുമായി അർജുൻ രാജുണ്ട്. അർജുൻ, ഈ ദൂരപരിധിയിലടക്കം നേരത്തെ ആശയ ഭിന്നതകൾ നിലനിന്നിരുന്നു. ഇപ്പോൾ ഈ മദ്യനയം വിശദമായ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? ചില കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു തീരുമാനമാകാത്ത അല്ലെങ്കിൽ വ്യക്തതയില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മദ്യനയത്തിന്റെ കരട് അംഗീകരിക്കുന്നത് മന്ത്രിസഭ മാറ്റിവെച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിലൊരു വിശദമായിട്ടുള്ള ചർച്ച ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രിസഭ അംഗീകാരം നൽകുക. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് പുതിയ മദ്യനയം വൈകുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായും സേതു പറഞ്ഞതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു തീരുമാനമാകാത്ത സ്ഥിതിയുണ്ട്. അതൊന്ന്, കള്ളുഷാപ്പുകളുടെ ദൂരപരിധി അത് എങ്ങനെ വേണമെന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ച കൂടുതൽ വേണമെന്ന അഭിപ്രായം മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. ടൂറിസം കേന്ദ്രങ്ങളിൽ, ടൂറിസവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ 1-ാം തീയതി മദ്യം നൽകുന്നത് സംബന്ധിച്ചും കൂടുതൽ വ്യക്തത വേണമെന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നിട്ടുള്ള ആവശ്യം. അതായത് 1-ാം തീയതി ഏതൊക്കെ ഇടങ്ങളിൽ മദ്യം ലഭിക്കും, അവിടെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇളവ് നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ചർച്ച വേണമെന്നൊരു അഭിപ്രായം മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പുതിയ മദ്യനയം അംഗീകരിക്കുന്നത് വൈകിപ്പിക്കാൻ അല്ലെങ്കിൽ അടുത്ത തവണത്തേക്ക് മാറ്റിവെക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ മാത്രമാണോ ഇളവ് അനുവദിക്കുന്നത്, കൂടുതൽ സമയം അനുവദിക്കുന്നത്, അങ്ങനെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ പുതിയ മദ്യനയത്തിൽ ഉണ്ട്. അതായത് നിലവിലുള്ള സമയത്തേക്കാൾ കൂടുതൽ ബാറുകളുടെ പ്രവർത്തനം കൂട്ടുന്നത് സംബന്ധിച്ച് നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടൂറിസം കേന്ദ്രങ്ങൾക്ക് പുറമെ മറ്റ് ബാറുകളിൽ കൂടി ഈ ഡ്രൈ ഡേ ഉൾപ്പെടെയുള്ള ഒഴിവാക്കണമെന്ന് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിഗണിച്ച് വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല. വിശദമായൊരു ചർച്ച നടത്തിയതിനു ശേഷം മതി എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ ഉൾപ്പെടെ ഇത് വിശദമായി ഈ നടപ്പ് സാമ്പത്തിക വർഷം പുതിയൊരു മദ്യനയം ഇല്ല, അങ്ങനെയാണോ? ഏതോ ആ രീതിയിൽ കാണാൻ കഴിയില്ല. കാരണം 1.5 മാസം കൂടിയുണ്ട് അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങാൻ. അതിനു മുൻപ് തന്നെ പുതിയ മദ്യനയം പ്രഖ്യാപിക്കണമെന്ന നിലപാട് സംസ്ഥാന സർക്കാരിന് ഉണ്ട്. ഇത് കഴിഞ്ഞ എത്രയോ മുൻപ് സംസ്ഥാനം ഈ പുതിയ മദ്യനയം അംഗീകരിക്കാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലാണ് ഈ ഇളവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിരിവ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്. നിശ്ചിത തുക ബാർ ഉടമകൾ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാർ ഉടമയുടെ ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് പെട്ടെന്ന് മദ്യനയം അംഗീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോയത്. അത് കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞു. പക്ഷേ സാമ്പത്തിക വർഷം തീരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷം തന്നെ പുതിയ മദ്യനയം അംഗീകരിക്കണമെന്ന നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ, അതായത് ഈ ഡെസ്റ്റിനേഷനുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ എങ്ങനെയാണ് ഇളവ് അനുവദിക്കുന്നത്, അത് ഏതൊക്കെ ഇടങ്ങളിലേക്ക് ബാധകമായിരിക്കും, കള്ളുഷാപ്പുകളുടെ ദൂരപരിധി എന്നത് അങ്ങനെയുള്ള ചില കാര്യങ്ങളിലുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള വ്യക്തത ഇല്ലായ്മയാണ് ഇത് ഇപ്പോൾ വേണ്ട, അതായത് ഉടനടി അംഗീകരിച്ചുകൊണ്ട് വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ വൈകാതെ തന്നെ ഇത് അംഗീകരിക്കും. ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ അംഗീകരിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടതുമുന്നണിയിൽ ചില ഘടകകക്ഷികൾ ഇതിനോടുള്ള എതിർപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് ഇത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു നയം അംഗീകരിക്കുന്ന ഘട്ടത്തിൽ അത് മുന്നണി യോഗത്തിന്റെ ചർച്ചയ്ക്ക് വന്ന് അതിൽ വിശദമായ ഒരു ചർച്ച ചെയ്തതിനു ശേഷം മതി ഇത്തരത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനം എടുക്കുക എന്നുള്ളത് RJDയും CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ CPM-നോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും ഇത്തരത്തിൽ ഒരു നീട്ടിക്കൊണ്ടുപോകൽ ഇപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്നത്. നേരത്തെ ഈ ഡ്രൈ ഡേ മാറ്റാനും ബാറുകളുടെ സമയം നീട്ടാനും ഒക്കെ സർക്കാരിന് വേണ്ടി പണം പിരിക്കണം എന്നുള്ള ബാർ ഉടമകളുടെ ശബ്ദരേഖയൊക്കെ ഈ മദ്യനയത്തെ വിവാദത്തിലാക്കി രംഗത്ത് വന്നിരുന്നല്ലോ. അപ്പോൾ ആ സാഹചര്യങ്ങൾ കൂടിയൊക്കെ ഇതിൽ പരിഗണനയിൽ വന്നോ? ആദ്യത്തെ മദ്യനയം അല്ലെങ്കിൽ സർക്കാർ ആദ്യം ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത് ഈ 1 മണിക്കൂർ, അതായത് പകൽ അരമണിക്കൂറും രാത്രി, അതായത് 10:30 തൊട്ട് രാത്രി 11:30 വരെ ബാറുകളുടെ പ്രവർത്തനം ദീർഘിപ്പിക്കണം എന്നൊരാവശ്യം സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നു. ഈ ഡ്രൈ ഡേ എന്നത് പൂർണ്ണമായും ഒഴിവാക്കുക, അതായത് എല്ലാ ബാറുകളിലും ഡ്രൈ ഡേ എന്ന നിർദ്ദേശം ഒഴിവാക്കി എല്ലാ ദിവസങ്ങളിലും ബാറുകൾ പ്രവർത്തിക്കാം എന്ന തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുപാർശ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ ബാറുകൾ അനുവദിക്കാം. ഒപ്പം ഈ
ഐ ടി പാർക്കുകളിൽ ബാറുകൾ തുടങ്ങുന്നത്, ഇക്കാര്യങ്ങളിലൊക്കെ സർക്കാരിന് മുന്നിൽ പലതരത്തിലുള്ള ശുപാർശകൾ ഉണ്ടായിരുന്നു. അത് നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകാനും തീരുമാനിച്ചതാണ്. പക്ഷേ ആ ഘട്ടത്തിലാണ് സേതു പറഞ്ഞതുപോലെ തന്നെ ഈ വിവാദം ഉണ്ടാകുന്നത്. ഇളവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ അല്ലെങ്കിൽ ബാർ ഉടമകൾ പിരിവ് നൽകണമെന്ന് പറഞ്ഞ് ഒരു ബാർ ഉടമയുടെ ഓഡിയോ സന്ദേശം പുറത്തു വന്നു. ഇതിൽ അഴിമതി നടക്കുന്നുണ്ട്, ഇത് ബാറുകൾക്ക് വഴിവിട്ട് സർക്കാർ ഇത്തരത്തിൽ വഴിവിട്ട് നീക്കം നടത്താനുള്ളതിന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചത്. ആ ഘട്ടത്തിലാണ് പെട്ടെന്ന് ഇത് അംഗീകരിക്കാതെ നീട്ടിക്കൊണ്ടു പോകേണ്ട അവസ്ഥയിലേക്ക് CPM അല്ലെങ്കിൽ സർക്കാർ എത്തിയത്. പക്ഷേ അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി. അതായത് ടൂറിസം കേന്ദ്രങ്ങളിൽ ഡ്രൈ ഡേ അനുവദിക്കാം, ഡ്രൈ ഡേ ഇല്ലാതെ ഈ ഇളവ് അനുവദിച്ചുകൊണ്ട് ആ ദിവസങ്ങളിൽ അവിടെ തുറന്നു പ്രവർത്തിക്കാമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ എത്തി. ഈ മറ്റു ബാറുകളിൽ ഡ്രൈ ഡേ എന്നത് തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തി. അങ്ങനെ ഇത് അംഗീകരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോഴും CPI ഉൾപ്പെടെയുള്ള RJD ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കൊക്കെ പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ട്. ഈ മദ്യനയം സംബന്ധിച്ച് തന്നെ CPIക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തിയിട്ടില്ലെങ്കിൽ മറ്റ് വിവാദങ്ങളെ പോലെ തന്നെ ഈ വിഷയങ്ങളിലും സ്വന്തം ഘടകകക്ഷികളിൽ നിന്ന് വരെ എതിർപ്പ് വരാനുള്ള സാധ്യത CPM മുന്നിൽ കാണുന്നുണ്ട്. CPIയും RJDയും ഒക്കെ ഇക്കാര്യം മുന്നണിക്കകത്ത് ആദ്യം ചർച്ച ചെയ്യണം, അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം ഇത് മന്ത്രിസഭ അംഗീകരിക്കാനെന്ന തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെട്ടെന്ന് ധൃതി പിടിച്ച് ഇക്കാര്യം അംഗീകരിക്കേണ്ടതില്ല, വിശദമായൊരു ചർച്ച നടത്താമെന്ന് CPM തീരുമാനിച്ചിരിക്കുന്നത്, സർക്കാർ തീരുമാനിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്ത ശേഷം പുതിയ മദ്യനയത്തിന്റെ കരട് അംഗീകരിക്കാമെന്ന് ഇപ്പോൾ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. ശരി അർജുൻ, അങ്ങനെ പുതിയ മദ്യനയം മാസങ്ങൾക്ക് മുൻപ് തന്നെ CPMഉം LDFും ഒക്കെ മദ്യനയത്തിന് അംഗീകാരം നൽകിയതാണ്. പക്ഷേ പിന്നീടും വിജ്ഞാപനം പുറത്തിറങ്ങിയില്ലേ? വിജ്ഞാപനം പുറത്തിറങ്ങണമെങ്കിൽ മന്ത്രിസഭയുടെ അംഗീകാരം വേണം. ഇപ്പോൾ ഈ പുതിയ മദ്യനയം വിശദമായ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ വിവരമാണ് തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് പങ്കുവച്ചത്.